ബലിപെരുന്നാൾ ക്വിസ്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം: ഹിജ്റ കലണ്ടർ പ്രകാരം ഏത് ദിവസമാണ് ബലിപെരുന്നാൾ? ദുൽഹിജ്ജ 10. ഇസ്ലാമിലെ ഏത് ആരാധനയുമായി ബന്ധപ്പെട്ടാണ് ബക്രീദ് ആഘോഷിക്കുന്നത്? ഇസ്ലാമിലെ ഏത് പ്രധാനപ്പെട്ട ആരാധനയുമായി ബന്ധപ്പെട്ടാണ് ബക്രീദ് ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്? ഉത്തരം ഹജ്ജ്. അറഫ ദിനം എന്നാണ്? അറഫ ദിനം എന്നാണ്? ദുൽഹിജ്ജ 9. ഹിജ്റ കലണ്ടറിലെ എത്രാമത്തെ മാസമാണ് ദുൽഹിജ്ജ? 12ാമത്തെ മാസമാണ്. ഹിജ്റ കലണ്ടറിലെ ഒന്നാമത്തെ മാസം ഏതാണ്? ഹിജ്റ കലണ്ടറിലെ ഒന്നാമത്തെ മാസം മുഹറം. ഖിബ്ല ഏതാണ്? വിശുദ്ധ മക്കയിലെ കഅബ ഷരീഫ്. കഅബയെ ചുറ്റുന്ന കർമ്മത്തിന് പറയുന്ന പേര്? കഅബയെ വലം വെക്കുന്ന കർമ്മത്തിന്, ആരാധനയ്ക്ക് പറയുന്ന പേര്? ത്വവാഫ്. മക്ക ഏതു രാജ്യത്താണ്? സൗദി അറേബ്യ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ഷരീഫ് എവിടെയാണ്? മദീന. ഹജ്ജിൻ്റെ ഭാഗമായി 2 മലകൾക്കിടയിൽ ഹാജിമാർ വേഗത്തിൽ നടക്കുന്നു. ഈ മലകൾ ഏതാണ്? സഫ, മർവ. സ്വന്തം മകനെ ബലിയറുക്കാൻ തയ്യാറായ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആരാണ് ആ മകൻ? ഇസ്മായിൽ അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവരുടെ മാതാവ് ആരാണ്? ഇസ്മായിൽ നബിയുടെ മാതാവ് ആര്? ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു മകൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മകനാണ് ഇസ്മായിൽ. മറ്റൊരു മകൻ ആരാണ്? ഇസ്ഹാഖ് അലൈഹിസ്സലാം. കഅബ നിർമ്മാണ വേളയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി നിന്ന കല്ല് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേര്? മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം മഖാം. കഅബയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്വർഗീയ ശില, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് കഅബയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതേതാണ്? ഹജറുൽ അസ്വദ്. കഅബയുടെ ആകൃതി? സമചതുരം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് എവിടെ വെച്ച്? അറഫ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ ഹജ്ജ് ചെയ്തു? ഒരു തവണ. പെരുന്നാൾ നിസ്കാരം എത്ര റക്അത്താണ്? 2. പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യ റക്അത്തിൽ എത്ര തക്ബീറുകൾ അധികമുണ്ട്? 7. പെരുന്നാൾ നിസ്കാരത്തിൽ രണ്ടാം റക്അത്തിൽ എത്ര തക്ബീറുകൾ അധികമുണ്ട്? 5.
അയ്യാമു തശ്രീഖ് ഏതെല്ലാം ദിവസങ്ങളാണ്? ദുൽഹിജ്ജ 11, 12, 13. പെരുന്നാൾ ദിവസം നോമ്പ് അനുഷ്ഠിക്കാമോ? പാടില്ല. നന്ദി.